യമനിലെ ഭരണം, മർദ്ദനം, അബ്രഹത്തും കഅബയുടെ സംരക്ഷണവും ഒരു സമ്പൂർണ്ണ ചരിത്രം. അറേബ്യൻ ഉപദ്വീപിന്റെ ചരിത്രത്തിലെ നിർണായകമായൊരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന സംഭവങ്ങളാണ് യമനിലെ ഭരണമാറ്റങ്ങളും വിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമവും. ഈ കഥ വിശ്വാസത്തിന്റെ ദൃഢത, അധികാരത്തിന്റെ ദുരുപയോഗം, ദൈവീകമായ സംരക്ഷണം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങളിലും ഇസ്ലാമിക ചരിത്രഗ്രന്ഥങ്ങളായ സീറ, പ്രവാചക ജീവചരിത്രം, തഫ്സീർ, ഖുർആൻ വാക്യങ്ങളുടെ വ്യാഖ്യാനം, തവാരിഖ്, ചരിത്രരേഖകൾ എന്നിവയിലും ഈ സംഭവങ്ങൾക്ക് വ്യക്തമായ പരാമർശങ്ങളുണ്ട്. പുരാതനകാലത്ത് യമനിലെ ശക്തമായ ഹിമ്യർ സാമ്രാജ്യത്തിന്റെ അവസാന രാജാക്കന്മാരിൽ ഒരാളായിരുന്ന ദുന്നവാസ് എന്ന ജൂതമതവിശ്വാസിയായ ഒരു കിരാതഭരണാധികാരിയുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. ക്രിസ്തുമതവിശ്വാസികളോട് ഇദ്ദേഹം കടുത്ത വിരോധം പുലർത്തി. ദുന്നവാസിന്റെ ഭരണത്തിൻ കീഴിൽ നജ്റാൻ എന്ന പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്ക് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടിവന്നു. നജ്റാൻ ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യമൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരവും പ്രവിശ്യയുമാണ് നജ്റാൻ. ഈ പ്രദേശം പുരാതനകാലത്ത് അൽ ഉഖ്ദൂദ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൽ പരാമർശിക്കുന്ന അസ്ഹാബുൽ ഉഖ്ദൂദ്, കുഴിയിലെ ആളുകൾ എന്ന ചരിത്രസംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണിത്. നജ്റാൻ ഒരു പ്രധാന വാണിജ്യപാതയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. കൂടാതെ ക്രിസ്ത്യൻ സമൂഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് വിസമ്മതിച്ച നജ്റാനിലെ വിശ്വാസികളെ ദുന്നവാസ് അതിക്രൂരമായി വധിച്ചു. ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത് ദുന്നവാസ് വലിയ കുഴികൾ കുഴിച്ച് അതിൽ തീയിട്ടുവെന്നും മതം മാറാൻ വിസമ്മതിച്ച ക്രിസ്ത്യാനികളെ ജീവനോടെ ആ തീക്കുണ്ടാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നുമാണ്. അസ്ഹാബുൽ ഉഖ്ദൂദ് സംഭവം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജനനത്തിന് മുൻപുള്ള കാലത്താണ്. അതുകൊണ്ട് നമ്മൾ കാണുന്ന ഇസ്ലാം മതം അന്ന് രൂപപ്പെട്ടിരുന്നില്ല. എന്നിട്ടും ഖുർആൻ അവരെ വിശ്വാസികളെന്നും കുഴിയിലെ ആളുകളെന്നും വിശേഷിപ്പിക്കുന്നു. അവരുടെ ഏകദൈവ വിശ്വാസത്തിനാണ് ഊന്നൽ നൽകുന്നത്. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ വന്ന എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസവും അവന് കീഴ്പ്പെടലുമാണ് ഇസ്ലാം. അതിനാൽ പ്രവാചകന്റെ വരവിനു മുൻപ് ഏകദൈവത്തിൽ വിശ്വസിച്ച് സത്യമാർഗത്തിൽ ജീവിച്ചവരെയും വിശാലാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് കണക്കാക്കുന്നു. നജ്റാനിൽ ദുന്നവാസ് പീഡിപ്പിച്ചത് ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികളെയായിരുന്നു. അവരുടെ വിശ്വാസത്തിന്റെ കാതൽ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമായിരുന്നു. ഖുർആൻ ഇത് വിവരിക്കുന്നത് സത്യവിശ്വാസത്തിന്റെയും ധീരതയുടെയും ഒരു ഉദാഹരണമായിട്ടാണ്. ഇത് ഇസ്ലാം മതം തുടങ്ങുന്നതിനു മുൻപുള്ള സത്യവിശ്വാസത്തിന്റെ ഒരു ദൃഷ്ടാന്തമായി മനസ്സിലാക്കാം. ഈ മഹത്തായ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ സംഭവവും ഓരോ പാഠമാണ്, ഓരോ വ്യക്തിയും ഓരോ കഥയാണ്. വരും ദിവസങ്ങളിൽ ഇതേപോലെ കൂടുതൽ അത്ഭുതകരമായ ചരിത്രസത്യങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്കെത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം.